ഹലോ മച്ചന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളത് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മച്ചാൻ, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫുൾ എപ്പിക്ക് സ്കോഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഹൈ റേറ്റിംഗ് നമുക്ക് ഫുൾ സ്കോഡ് ആയിട്ടുണ്ട്. പിന്നെ 2 സ്കോഡുള്ള എപ്പിക്ക് ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഫുൾ എപ്പിക്കിൻ്റെ ഒരു സ്കോഡ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് നേരെ ബിൽഡ് എടുക്കാം. അതിനു മുമ്പ് ഒന്ന് സബ്ബോട്ട് ചെയ്യണം മച്ചാന്മാരെ. 1K അടിക്കാറായി. ഒന്ന് സബ്ബോട്ട് ചെയ്യണം. നമുക്ക് നേരെ ബുള്ളറ്റ് കിടക്കാം. അത് നമുക്ക് മാനേജറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ 2024 തൊട്ട് ചെയ്യുന്ന മാനേജറാണ് നമ്മുടെ സാബൈലൻസാണ്. ഫോർമേഷൻ 4-1-2-3 ആണ് ചെയ്യുന്നത്. നമുക്ക് ഗോൾ കീപ്പറിൽ തന്നെ തുടങ്ങാം. എനിക്ക് ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ കസിലാസാണ്. 102 റേറ്റിംഗ് ഉണ്ട്. നമുക്ക് എത്ര പരമാവധി റേറ്റിംഗ് ഉള്ള പ്ലേസിനെ തന്നെ ഇടാം. 102 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. ഒരു ഗോളോ? ഇതിങ്ങനെ ഗോൾ വന്ന് അത് പോട്ടെ. ഇതാണ് ഗോളിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ ലാമ്പാണ്. ഇവൻ എൻ്റെ മെയിൻ സ്ക്വാഡിലുണ്ട്. 104 റേറ്റിംഗ് കിട്ടും. ഇവൻ ആൾ നല്ല, ഞാൻ ഇപ്പം പിൻ പോയിൻറ്റ് ക്രോസൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. നമുക്ക് അടുത്തൊരു റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്ന ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പം പുതിയ എനിക്ക് കിട്ടിയ കാർലോസാണ്. അവിടെ എനിക്ക് ആശാൻ പുലിയാണ്. നല്ല എനിക്ക് ക്രോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അവസാനം തട്ടി വരുന്ന ബോളുകൾ ഒന്ന് കേളിയത് ഇടാനൊക്കെ പറ്റിയ കാർഡ് തന്നെയായിരിക്കും കാർലോസിൻ്റെ. കാരണം ഇപ്പം കുറച്ച് ഡ്രിബിളൊക്കെ ചെയ്തിട്ട് വേണം ഗോൾ അടിക്കാൻ. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് ബാക്കിൽ എനിക്ക് കാർലോസ് തന്നെ ആയിരിക്കും ബെറ്ററായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് അവിടെ ഉള്ളത് കോസ്റ്റക്കട്ടയുണ്ട്. കോസ്റ്റക്കട്ട എന്തായാലും ഞാൻ സബ് ഇടും. പിന്നെ ഉള്ളത് ഇർവിനും ഓക്കെയാണ്. ഇർവിൻ ഞാൻ റൈറ്റ് ബാക്കായിട്ട് ഞാൻ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിഫൻസിൽ അടിപൊളിയാണ് നമ്മുടെ ഇർവിൻ ഡിഫൻസ് ഫുൾ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഡിഫൻസ് നല്ല പവറുണ്ട്. പിന്നെ നമുക്ക് 2 CB യൂസ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഒരു CB ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വാൻഡൂട്ടനാണ്. എൻ്റെ ടീമിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ രണ്ടാമത് കറക്കിയപ്പോൾ എനിക്ക് കിട്ടി. ഒരു രക്ഷയില്ല. അതെൻ്റെ ടീമിലെ ബെസ്റ്റ് പ്ലെയർ ഇവനാണ്. നല്ല ഡിഫൻസ് വരുന്നുണ്ട്. ഡിഫൻസിലൊക്കെ 100, അഗ്രഷനിലൊക്കെ 100 പോകുന്നുണ്ട്. അടിപൊളിയാണ്. കിട്ടിയവരൊന്ന് കളിപ്പിച്ച് നോക്ക്. നമുക്ക് അടുത്ത CB ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് പിന്നെ ബെക്കംബർ മാത്രമേ ഉള്ളൂ എനിക്ക് CB ആയിട്ടുള്ളത്. 2 ബെക്കംബറുണ്ട്. നമുക്ക് ഫ്രീ കിട്ടിയ ബെക്കംബർ എങ്ങനെ യൂസ് ചെയ്യാം. ഫ്രീ കിട്ടി നമുക്ക് 102 റേറ്റിംഗ് ആവും. ഇപ്പം 912 സ്ട്രെങ്ത്. നമുക്ക് ഇതാണ് ഡിഫൻസ് ഏരിയ വരുന്നത്. പിന്നെ നമുക്കൊരു ഡിഫൻസും കൂടെ നമുക്ക് ഇടാണ്ട്. ആ ഡിഫൻസായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ മത്തയൂസിനാണ്. 103 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. മത്തയൂസ് പൊളിയാണ്. നമ്മുടെ ഒരു ആങ്കർമാൻ പ്ലസ് മത്തയൂസൊക്കെ ഇട്ടാൽ ഒന്നും നോക്കണ്ട, പുള്ളി തടഞ്ഞിട്ടോളും. പിന്നെ നല്ല ലോങ് റേഞ്ചൊക്കെ അടിച്ച് കയറ്റി തരും. ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ AMFലാണ് ഇവനെ കളിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഇറങ്ങി വന്ന് ഡിഫൻസിൽ സപ്പോർട്ട് ചെയ്യും. നല്ല ലോങ് റേഞ്ചും പാസിങ്ങൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. 103 റേറ്റിംഗ് കിട്ടിയുണ്ട്. എൻ്റെ മെയിൻ സ്ക്വാഡിലുള്ള ഒരു പ്ലെയറാണ്. നമുക്ക് അടുത്തൊരു AMF യൂസ് ചെയ്യാം. AMFിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രീസ്മാനാണ്. 105 റേറ്റിംഗ് ഉള്ള ഗ്രീസ്മാൻ. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു എനിക്ക് 2025 വരെ ഞാൻ എൻ്റെ ഒരു ഫ്ലോപ്പ് പ്ലേസിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ അത് ഞാൻ ഗ്രീസ്മാനെ കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മാറ്റി വെച്ചാൽ വരെ എനിക്കിപ്പം ഒരു ഡ്രിബിളൊക്കെ ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു തിരിഞ്ഞും പറഞ്ഞും കളിപ്പിക്കാൻ ഒരു കിളൊക്കെ അടിക്കാൻ പറ്റിയ കാർഡ് തന്നെയാണ് ഗ്രീസ്മാൻ. ഞാനിപ്പോൾ കളിപ്പിക്കുന്നുണ്ട്. എനിക്കിപ്പം 2025 അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്രീസ്മാനെ അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ മെയിൻ സ്ക്വാഡിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ നമുക്കുള്ള AMF പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മെസ്സിയാണ്. എൻ്റെ സ്ക്വാഡിൽ 2ാമത്തെ ബെസ്റ്റ് പ്ലെയറാണ്. ലോങ് റേഞ്ചൊക്കെ അടിക്കാനും കേടടിക്കാനൊക്കെ ബെസ്റ്റ് പ്ലെയറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവനാണ്, മെസ്സിനെയാണ്. അത് 106 റേറ്റിംഗ് കിട്ടും. പിന്നെ ഇപ്പോൾ വരുന്നതൊക്കെ 104, 105, 104 ഉള്ളൂ. അപ്പോൾ 106 അന്ന് എടുത്ത് തന്നെ രക്ഷപ്പെട്ട്. അതും നമ്മുടെ ഓറഞ്ച് ബൂസ്റ്ററിൻ്റെ സാധനമാണ്. 1000 മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു റൈറ്റ് വിങ് ആയിട്ട് യൂസ് ചെയ്യാം. റൈറ്റ് വിങ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സണ്ണിനെയാണ്. 102 റേറ്റിംഗ് കിട്ടും. എപ്പിക്കെന്ന് പറഞ്ഞാൽ പക്ഷേ ഷോർട്ട് ടൈം വരെ എപ്പിക്കായിട്ട് കൂട്ടിയാൽ മതി വെച്ചാൽ മതി. എനിക്ക് അവിടെ വേറെ പ്ലേസൊക്കെ ഉണ്ട്. എന്നാലും ബെക്കാമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബെക്കാമുണ്ട്, നമ്മുടെ കോമനുണ്ട്, ലിയാവൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പുതിയ ചെറവറ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവനെ കിട്ടിയിട്ടുണ്ട്. വേറെ ബാഴ്സലോണയിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഗാർസിയ അവരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ എൻ്റെ മെയിൻ സ്കൂളിൽ ഇവനില്ലാത്ത ഞാൻ കളിപ്പിക്കത്തില്ല. ഇതാണ് എൻ്റെ ടോപ്പ് 3യിൽ എനിക്ക് ഫസ്റ്റ് ഈ ഡിഫൻസും, സെക്കൻഡ് മെസ്സിയും,
തേർഡ് വിങ്ങനാണ് എൻ്റെ സ്കോഡിൽ മെയിൻ വേണ്ടത്. ഇതാണ് എൻ്റെ വിങ്ങറായിട്ട് വരുന്നത്. ഇനി അടുത്ത് ലെഫ്റ്റ് വിങ്ങായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റാഫേൽ ലിയോനാണ്. 101 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ മാറും. റാഫേൽ നല്ല സ്പീഡൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലിയോനെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കോമനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പിന്നെ കോമനെ മാറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യുന്ന വാൻ ഡൂട്ടൻ, എൻ്റെ വാൻ സ്ട്രോയോ, ഇവരാണ് സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കളിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ റേറ്റിംഗ് ഒന്ന് കൂട്ടാൻ വേണ്ടി കയറ്റി കിട്ടുന്നുള്ളൂ. അവിടെ ഞാൻ കളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാമുലിട്ടാണ്. അത് ലെജൻഡാണ് ചെയ്യുന്നത്. പിന്നെ റൊമിനിങ്ങിനെ കളിപ്പിക്കും. റൊമിനിങ് ഉണ്ട്. ഇപ്പോൾ റേറ്റിംഗ് കൂടാണ്ട് നമുക്ക് സ്ട്രൈക്കറായിട്ട് ഇവനെ യൂസ് ചെയ്യാം. 103 റേറ്റിംഗ് ഉണ്ട്. ഇതാണ് എൻ്റെ എപ്പിക്ക് സ്കോഡ്, ഫുൾ എപ്പിക് സ്കോഡ്. ഇതാണ് മച്ചാൻ. നമ്മുടെ സബ്ബും കൂടെ ഒന്ന് കാണിച്ചു തരാം. സബ്ബ് നമ്മുടെ ക്രൈഫ് 103 പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡേവിഡ് ഒരു രക്ഷയില്ലാത്ത പ്ലേയേഴ്സാണ്. അവൻ്റെ മെയിൻ സ്കോഡ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വെർക്കാമ്പ് ഹോൾ പ്ലെയർ അത്യാവശ്യം കുഴപ്പമില്ല, 102 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് ബെക്കാം അത്യാവശ്യമാണ്. നമ്മുടെ ക്രോസ് ഇട്ട് കളിക്കാനൊക്കെ അത്യാവശ്യമാണ്. നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ പൊളിക്കാം അവനെ കൊണ്ട്. റൊണാൾഡോനെ കൊണ്ട് ഇറക്കി വിട്ടാൽ ഹെഡ് ചെയ്യാൻ വേറെ ആരും വേണ്ട. പിന്നെ യൂസ് ചെയ്യുന്നത് ഗുറ്റിനാണ്. AMF മെസ്സിക്കും ഗ്രിസ്മാനൊക്കെ പകരം ഗുറ്റി വേണം. പിന്നെ പെറ്റിറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിഫൻസ് ഇല്ലെങ്കിലും പാസ്സൊക്കെ ചെയ്യുന്ന പെറ്റിറ്റുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഡിബാലയാണ്. ഡിബാലനെ അങ്ങനെ കളിപ്പിക്കാറില്ല. ഇപ്പം ഞാൻ ടിക്കറ്റ് ഫ്രീ ആയതുകൊണ്ട് ഞാനിപ്പോൾ കളിപ്പിച്ച് നോക്കുന്നുണ്ട്. ഡിബാല കുഴപ്പമില്ല. എൻ്റെ ഏറ്റവും വേസ്റ്റ് പ്ലെയറായിരുന്നു എൻ്റെ ഞാൻ കിട്ടിയപ്പം എൻ്റെ ഇതിലുള്ളത്. പിന്നെ നമ്മുടെ കൊസ്റ്റക്കട്ടനെ എന്തായാലും നമ്മുടെ സ്കോഡിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ പൊസിഷനും കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് കൊസ്റ്റക്കട്ട. പിന്നെ നമ്മുടെ കോമൻ നമ്മുടെ മുത്ത, അവനെ നമുക്ക് വിങ്ങിൽ അവനും ഉണ്ട് സ്കോഡിൽ. പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റൊമിനി ഇല്ലാത്ത സ്കോഡില്ല. ഒരു ഗുണ്ടടിച്ച് കയറ്റിയ ഗോളാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇർവിനെ നമ്മൾ 2 വിങ്ങിലും കളിച്ചോളും. അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല ഡിഫൻസ് തരുന്നുണ്ട്. പിന്നെ ഒറ്റ എണ്ണം കൂടെ ഉള്ളത് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഡെൽപ്യൂറോനാണ് എടുക്കാം. ഡെൽപ്യൂറോ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റും. ഡ്രോബേനെക്കാട്ടും കളിപ്പിക്കാൻ പറ്റുന്നത് ഡെൽപ്യൂറോയാണ്. 3773 ടീം സ്ട്രെങ്തായി. നിങ്ങൾക്ക് എത്ര പോകുന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം മച്ചാമാരെ. എൻ്റെ ഫുൾ എപ്പിസ്കോഡ് ഇതാണ്. ഇനിയും കുറച്ച് പ്ലേസ് കൂടെ കിടപ്പുണ്ട്. നമ്മുടെ മത്യൂസ് ആദ്യം എടുത്തതിന് മത്യൂസ്, പിന്നെ വാണ്ടർവാട്ട്, യോർക്ക്, നമ്മുടെ നെയ്മർ അത്യാവശ്യമായിരുന്നു കേട്ടോ. നെയ്മർ വേണം. നെയ്മറെ ഇപ്പോൾ ഞാൻ കളിപ്പിച്ച് നോക്കണം. കാരണം ഇപ്പം ഡ്രിബ്ലിങ്ങിൻ്റെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഡ്രിബ്ലിങ് ചെയ്താലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ആദ്യം കിട്ടിയത് എനിക്ക് ഇപ്പോഴത്തെ ബെക്കമ്പുറക്കാട്ടും നല്ലത് ഈ ബെക്കമ്പുറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 1500 മത്സരം കളിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോബെ ഉണ്ട്. പിന്നെ ഇവരെ ബയണിലത്തുള്ള ഒരുത്തനാണ്, അവനുണ്ട്. ഒരു മാച്ച് അങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. ഒന്നും കളിപ്പിച്ചത് പുതിയ കിട്ടിയതല്ലേ, എല്ലാം ഒറ്റക്കളി കളിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ താഴെ കുറച്ചുണ്ട്. നമ്മുടെ ഓവൻ കിടപ്പുണ്ട്, സ്കോൾസ് കിടപ്പുണ്ട്, ഇവിടെ 3 കിടപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാൽ ഇനിയതുള്ളൂ. ഞാൻ പിന്നെ മെയിൻ CF ആയിട്ട് യൂസ് ചെയ്യുന്നത് സാമുൽ ലുട്ടാനാണ്. ഇപ്പം കളിപ്പിച്ച് നോക്കുന്നുണ്ട്. 27 മത്സരങ്ങൾ 24 ഗോൾ അടിച്ചിട്ടുണ്ട് ആശാൻ. വരെ പോട്ടെ. ഇതാണ് എൻ്റെ സ്കോഡ്. നിങ്ങളുടെ ഫുൾ സ്കോഡ് ആയോ? ഇപ്പം എല്ലാവർക്കും ഓൾറെഡി ഫുൾ സ്കോഡായി കാണും. മറ്റേ ഫ്രീ സ്പിന്നൊക്കെ കറക്കി ഫുൾ സ്കോഡ് ഏകദേശം ആയി കാണും. നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഏതൊക്കെ പൊസിഷൻ ഗോൾ നിങ്ങൾക്ക് എപ്പിക്കൊക്കെ കിട്ടാനുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. മറ്റേ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.